ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇങ്ങനെ വെറുതെ ഇരുന്ന് പോയപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും തുടങ്ങിയാലോ ഒരു യൂട്യൂബ് ചാനൽ. അപ്പൊ ചിന്തിച്ചപ്പോ എന്തോ ഇന്ന് കറക്റ്റ് ദിവസം കണ്ടന്റിന് പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയോണ്ട് കുട്ടി കൃഷ്ണന്മാരെയും കുട്ടി രാധമാരെയും കാണാൻ പോവാം. ബായോ നിങ്ങളും കൂടെ. ബാക്കി നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഗൈസ് ഞാൻ ഡ്രസ്സ് ഇട്ടതാ സെറ്റായി. പെട്ടെന്ന് വാലാചാലാന്ന് മുടിയൊക്കെ വാരി കെട്ടി കണ്ണൊക്കെ എഴുതി ബ്ലഷൊക്കെ ഇട്ട് ഞാൻ കണ്ട സുന്ദരിയാണല്ലോ. ബ്ലഷൊക്കെ ഇട്ട് സുന്ദരിയായി. എന്നിട്ട് ഞാൻ കുളിച്ചില്ല കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാ. കുളിക്കാൻ മേലാത്തോണ്ട് ഞാൻ കുളിച്ചില്ല. ഇത് ചെയ്യാം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടേ. അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറി ചാച്ചനോട് പോസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. ചാച്ച ഫോട്ടോയാന്ന് പറഞ്ഞുകൊണ്ട് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ദേ വിട്ടു. ചാച്ചനെ കൊണ്ട് വിട്ടിട്ട് എനിക്ക് അമ്മയും ചേച്ചിയെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങ് പോവുകയാണ്. എന്നിട്ട് വണ്ടിയിൽ കുറേ പട്ടിശയൊക്കെ കാണിച്ചു. എന്നിട്ട് നേരെ പുല്ലൂരെത്തിയപ്പം പതിവില്ലാത്ത തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഘോഷയാത്ര വന്നില്ല. പക്ഷെ പതിവില്ലാതെ ചെറിയൊരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂട്ടി ആയതുകൊണ്ട് ഏത് പൊത്ത വഴി കൂടെ നമുക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ നേരെ ചാച്ചനെ കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ വന്നു. അക്കുവിൻ്റെ മുഖം നോക്കും. വീട്ടിൽ വന്നിട്ട് അവൾക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ എന്നൊക്കെ വിളിച്ചു പോയി. അവിടെ കുറച്ച് നേരം വൈ നോക്കിയൊക്കെ നിന്നിട്ട് അങ്ങനെ അമ്മ വന്നു. അമ്മയും കൊണ്ട് നേരെ വന്നു. എനിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ പുല്ലൂർ വന്നു. ഞാൻ എന്തിനൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിട്ട് അവിടെ കുറേ പട്ടി പോസ്റ്റ് ആയിട്ടോ. കുറേ നേരം പോസ്റ്റ് വെച്ച് ചെന്നപ്പോൾ അലീനെ കിട്ടി. ഞാനും അലീനയും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ കണ്ണാപ്പിത്തരം കാണിച്ച് വായി നോക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അത് ഇൻസ്റ്റ സ്റ്റോറി ഇടാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കണമല്ലോ, സ്വാഭാവികം. എന്നിട്ട് ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ 6 മണിയായിട്ടും ഘോഷയാത്ര വന്നില്ല. ഞങ്ങൾ പട്ടി പോസ്റ്റായിരുന്നു. എന്ത് ചെയ്യാൻ. എന്നിട്ട് ഇപ്പം 7 മണിയായെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പോസ്റ്റ്. അലീനയുടെ മുഖഭാവം കണ്ടാലേ അറിയാം. അതിനിടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കറക്റ്റ് ടൈമിൽ ടൗണിലെ കറണ്ട് അങ്ങ് പോയി. എന്ത് കഷ്ടമാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കാത്തിരുന്നത് എത്തി. ഘോഷയാത്ര അങ്ങനെ എത്തി. ഞങ്ങൾ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി. ആമ്പിള്ളേർ സൈഡിൽ കൂടെ പോയപ്പോൾ ഞാനും അലീനയും കുറച്ച് പട്ടിഷയൊക്കെ കാണിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേനും കാത്തിരുന്ന ഘോഷയാത്ര എത്തി. അപ്പം ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇതിനിടയ്ക്ക് നമുക്ക് പാട്ട് കയറ്റാം. പാഴ്മുളയ്ക്കും പാട്ടു തന്നു പയ്യനെല്ലാം കൂട്ടുനിന്നു കണ്ടാലും കാമിക്കും കണ്ണൻ ഈ രാധയ്ക്കോ പാലൂറും മോഹത്തേരോട്ടം മുങ്ങിക്കയറും നാണങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് കിളിപോയ കൃഷ്ണന്മാരും കുട്ടി കൃഷ്ണന്മാരും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ കുഞ്ഞുവാവകൾ ഉറങ്ങിപ്പോയായിരുന്നു. ഓരോരുത്തർക്കൊക്കെ നമ്മളെ മൈൻഡ് പോലും ഇല്ല. കുറേ കുഞ്ഞുവാവകൾ ഉറങ്ങി. കുറേ പേര് കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ട് തെക്ക് വടക്ക് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാതിയായപ്പോൾ പകുതി പേർക്ക് മടുപ്പായി. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു. പക്ഷേ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ കുട്ടി കൃഷ്ണനെ കേട്ടോ. 3-2 മാസം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് ഫേസ് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഫോക്കസ് ചെയ്തപ്പോൾ പുള്ളി അങ്ങോട്ടങ്ങ് തിരിഞ്ഞു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറച്ച് ഡാൻസും കാര്യങ്ങളും ഒക്കെ കണ്ട്. അങ്ങനെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്നു. എന്ത് ചെയ്യാൻ, വീട്ടിൽ വന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.